തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറായി പാർട്ടി ഏൽപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കുമെന്ന് KPCC സെക്രട്ടറി A. പ്രസാദ്. മേയറെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾക്ക് ഇനി പ്രസക്തിയില്ല. അന്തിമ തീരുമാനമെടുക്കുന്നത് പാർട്ടിയാണ്. വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചതിനാൽ ജനവിശ്വാസം ആർജിച്ച് ഭരണസമിതി മുന്നോട്ടു പോകുമെന്നും പ്രസാദ് റിപ്പോർട്ടിനോട് പറഞ്ഞു. തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറായി A. പ്രസാദിനെ തെരഞ്ഞെടുത്തിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി. നാളെയാണ് ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ്. സിവിൽ സ്റ്റേഷനിലെ കൗൺസിലറാണ്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാവരും തവണ UDF അധികാരത്തിലേറ്റിരിക്കുന്നത്. ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ ഒരു ഡെപ്യൂട്ടി മേയറായി മാറും. തീർച്ചയായും കോൺഗ്രസ് പാർട്ടി UDF ഏൽപ്പിച്ച ഉത്തരവാദിത്തം പരിപൂർണമായി തന്നെ ആ വിശ്വാസം കാത്തു സംരക്ഷിക്കും. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ആ വിശ്വാസം കാത്തു സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഇത്തവണ വലിയ ഭൂരിപക്ഷമുണ്ട്. കഴിഞ്ഞ 10 വർഷം വളരെ മോശം അവസ്ഥയായിരുന്നു. പക്ഷേ മേയർ തെരഞ്ഞെടുപ്പിലേക്കും പല പുതിയ പേരുകളൊക്കെ ഉയർന്നു വന്നിരുന്നു. പക്ഷേ അതൊക്കെ മാറി ഒരു പുതുമുഖത്തിനാണ് അവസരം കൊടുത്തിരിക്കുന്നത്. എന്ത് തോന്നുന്നു? പാർട്ടി ഒരു തീരുമാനമെടുക്കുന്നത് സ്വാഭാവികമായിട്ട് എല്ലാ ഘടകങ്ങളും പരിശോധിച്ചിട്ടാണ്. പാർട്ടി തീരുമാനമെടുത്തു. ആ തീരുമാനം ഐക്യകണ്ഠേന എല്ലാ കൗൺസിലർമാരും പാർട്ടി പ്രവർത്തനം അംഗീകരിക്കും. അല്ല, ഇത്തരത്തിൽ ഒരു എക്സ്പീരിയൻസിനാണോ അതോ മറ്റേതെങ്കിലും സ്വാധീനത്തിന് അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നലുണ്ടോ? ഒരിക്കലുമില്ല. പാർട്ടി ഒരിക്കലും അങ്ങനെ വേറെന്തെങ്കിലും തലത്തിൽ തീരുമാനം എടുക്കില്ലോ. ഒരിക്കലും പാർട്ടി എല്ലാ വശങ്ങളും പരിഗണിച്ച് അത് ഏറ്റവും ഉചിതമായ തീരുമാനം തന്നെ പാർട്ടി എടുക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കോൺഗ്രസ് കൗൺസിലർമാർ ഒറ്റക്കെട്ടായി തീരുമാനമെടുക്കാൻ DCC ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. DCC ആ തീരുമാനമെടുത്തു. അതെല്ലാവരും അംഗീകരിക്കും. കഴിഞ്ഞ 10 വർഷം ഭരണത്തിൽ മാറി നിന്നപ്പോൾ LDF ഭരണമായിരുന്നു. എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്നത്? LDF ഭരണത്തിനെതിരായ ജനങ്ങളുടെ വിധിയെഴുത്താണ് കോൺഗ്രസിനും UDF നൽകിയ ഈ വ്യക്തമായ ഭൂരിപക്ഷം. ഒരു തുലാസിലല്ലാതെ കൃത്യമായ ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് കോൺഗ്രസിൻ്റെയും UDF ഭരണസമിതി ഇവിടെ അധികാരമേറ്റിട്ടുള്ളത്. അതിനകത്ത് ആ വിശ്വാസം ജനങ്ങൾ നൽകിയ വിശ്വാസം സംരക്ഷിക്കും. സ്വാഭാവികമായും പാർട്ടിയുമായി ആലോചിച്ച് കൗൺസിലർമാരും ആലോചിച്ച് എടുക്കേണ്ട നടപടികൾ അതെടുക്കുക തന്നെ ചെയ്യും. ഏത് കാലത്തും അസ്വാരസ്യങ്ങൾ പൊതുവെ ഉണ്ടാവാറുണ്ട്. കോൺഗ്രസ് പ്രത്യേകിച്ച് കോർപ്പറേഷൻ സ്ഥലത്തിലേക്ക് ഇത്തവണ അതില്ലാതാക്കാനായിട്ടൊരു നടപടികളുണ്ടാവും. തീർച്ചയായും പാർട്ടിയുമായി ആലോചിച്ച് മുതിർന്ന ആളുകളുമായി ആലോചിച്ച് തൃശ്ശൂരിൻ്റെ മുതിർന്ന ആളുകളുമൊക്കെ തന്നെ ആലോചിച്ചുകൊണ്ട് ഒരു കൂട്ടായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ഏതായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് 10 വർഷത്തെ വനവാസം കഴിഞ്ഞ് തൃശൂർ കോർപ്പറേഷനിൽ കോൺഗ്രസ് തിരിച്ചു വരുന്നു. അതും വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി. അതിൻ്റെ ആത്മവിശ്വാസവും സന്തോഷവും വലിയ മുന്നേറ്റം നടത്താൻ കഴിയാവുന്ന പ്രതീക്ഷയും വെച്ചു പുലർത്തുകയാണ് ഡെപ്യൂട്ടി മേയർ A. പ്രസാദ്. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ, തൃശൂർ.